ഉടയവനായ രക്ഷകനായ നല്ല ദൈവമേ, മനോഹരമായ കൂട്ടായ്മയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ജീവനുള്ള നാളൊക്കെയും ദൈവത്തെ ആരാധിക്കുവാനും ദൈവമക്കളായി വളരുവാനും ദൈവം നൽകിയിരിക്കുന്ന നല്ല അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം. സ്നേഹപിതാവേ, അവിടുത്തെ ആലയത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. അവിടുത്തെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ കണ്ണുനീരുകളും കാണുന്ന ദൈവം ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. ദൈവമേ, അവിടുത്തെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അവിടുത്തെ വിളിക്ക് യോഗ്യമാവണ്ണം നടന്നു നീങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നാളുകളിൽ ഈ ഇടവഴിക്കും ഈ ഡിസ്ട്രിക്റ്റിന് നേതൃത്വം നൽകുന്ന വലിയ അച്ഛനെയും കുടുംബമായിട്ട് ഞങ്ങൾ ഓർമ്മിക്കുന്നു. വെല്ലുവിളികളുടെ മധ്യത്തിൽ അർത്ഥവത്തായിട്ടുള്ള ശുശ്രൂഷ ചെയ്യാൻ ദൈവം സഹായിക്കണമേ. നാനാകുടി ഇടവകയിലെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. മശിഹായിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സഭയ്ക്കിരിക്കും. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ആദരണീയനായിട്ടുള്ള ഈ ഇടവകയുടെ അധ്യക്ഷനും ഡിസ്ട്രിക്റ്റിന്റെ ചെയർമാനുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ അവരുകളെ, ഈ അനുഗ്രഹീതമായ ആരാധനയിൽ പ്രാർത്ഥനാപൂർവം സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സ്നേഹനിധികളായ കുഞ്ഞുങ്ങളെ, മനോഹരമായ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പേരിലെ പ്രിയപ്പെട്ടവരെ, ഈ ഇടവകയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ഇടവക കമ്മിറ്റിയിലെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ ഇടവകയിലെ മിഷന്റെ പ്രവർത്തനങ്ങളെ മോഡറേറ്റ് ചെയ്യുകയും പ്രവർത്തനങ്ങളെ സജ്ജീകരിക്കുകയും ചെയ്യുന്ന ആൽഫ്രഡ് വില്ലി സാർ അവരുടെ, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തിന്റെ കുറിപ്പുകൈകൾ. ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഈ ഇടവകയിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും ഒരുമിച്ച് തിരുവചനം പങ്കിടുവാനും ഒക്കെ ദൈവം നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയുന്നു. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിൽ ഞാൻ കമലാപുരം മിഷനിലായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്. എന്നാൽ ഈ നാളുകളിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തെലങ്കാനയിലെ എട്ടൂർ നാഗാർ മിഷൻ ഫീൽഡിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണ കേരള മഹായിടവകയുടെ വളരെ പഴക്കം ചെന്ന ഒരു മിഷൻ ഫീൽഡാണ് തെലങ്കാനയിലെ എട്ടൂർ നാഗാർ മിഷൻ ഫീൽഡ്. ഒരു ഹൈസ്കൂളും അതോടൊപ്പം തന്നെ CSI എട്ടൂർ നാഗാർ മിഷൻ എന്ന് പറയുന്ന ഒരു വലിയ ചർച്ചും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്റെ കീഴിൽ തന്നെ ഏകദേശം 20ഓളം സബ് സെന്ററുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മിഷനാണ് എട്ടൂർ നാഗാർ മിഷൻ. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു വർഷക്കാലം ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം എന്നെ നിയോഗിച്ചു. അതിലുപരിയായി നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ കൈത്താങ്ങലും കൂടെ ഉണ്ടായിരുന്നതിന് ഓർത്ത് ഞാൻ പിന്നെയും ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ യാനാനോട് ഇടവയിൽ നിന്ന് നൽകി വരുന്ന പ്രാർത്ഥനകൾക്കും പിന്തുണകൾക്കും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾക്കും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. കൂടുതൽ മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കാനും മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ എട്ടൂർ നാഗാർ മിഷൻ എന്ന് പറയുന്നത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ഒരു മിഷൻ ഫീൽഡാണ്. അവിടെ ഈ നാളുകളിൽ ഒരു ഹൈസ്കൂളും അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ മിഷൻ ക്യാമ്പസിൽ താമസിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്കൂളിൽ പഠിപ്പിക്കുകയും മറ്റു സമയങ്ങളിൽ പുറത്ത് ഗ്രാമങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ എട്ടൂർ നാഗാർ മിഷന്റെ സ്കൂളിൽ ഏകദേശം 400ഓളം കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. വളരെ നിർധനരായിട്ടുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തെലങ്കാനയിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയും മുളക് കൃഷിയുമാണ്. ഇപ്പോൾ ഒരു മുളകിന്റെ സീസണാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മറ്റൽ മുളക് കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന. ഇപ്പോൾ ഞങ്ങൾ ലീവിൽ വരുന്ന സമയത്ത് പാടങ്ങളിലൊക്കെ നോക്കിയാൽ ഇങ്ങനെ മുളക് വിരിച്ചിട്ടിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. റെഡ് കളർ മാത്രം കാണുന്ന ഒരു അനുഭവമാണ് പാടങ്ങളിലെല്ലാം. അങ്ങനെ മുളക് കൃഷിയും നെൽകൃഷിയും ചെയ്ത് ഉപജീവനം കഴിക്കുന്ന നിർധനരായിട്ടുള്ള
ഒരു സമൂഹം ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന. വളരെ വിദ്യാഭ്യാസം കുറവാണ്. ഇപ്പോൾ കുറച്ച് വിദ്യാഭ്യാസം വരുന്നുണ്ട്. ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചത് നമുക്ക് ഈ ഉത്തരേന്ത്യയിൽ മാത്രമാണ് വെല്ലുവിളികൾ ഉള്ളതെന്നാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സഭകളെ നശിപ്പിക്കൽ, അല്ലെങ്കിൽ ആരാധനകളെ തടസ്സപ്പെടുത്തൽ, അങ്ങനെയുള്ള ഭീകരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു 4.5 മാസങ്ങൾക്ക് മുൻപ് ഉള്ള ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങൾ ആലയത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്ന ആലയത്തിന് ഏകദേശം 4 കിലോമീറ്ററുകൾക്കപ്പുറം ചെൽബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എൻകൗണ്ടർ നടക്കുകയാണ്. അതായത് ഭീകരവാദികളുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ഒരു വനപ്രദേശത്ത്. ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ വാട്സപ്പിൽ ഫോട്ടോ അറിയുന്നു. ഭീകരരെ വധിച്ചിരിക്കുന്നു, അവരുടെ ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നു, വീണ്ടും അവിടെ ഫയറിംഗ് നടക്കുകയാണ്. നമ്മൾ പോകുന്ന പക്കാപുരം എന്ന് പറയുന്ന ഒരു ആലയത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തിനത് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശുശ്രൂഷകളൊന്നും അത്ര ഭദ്രമല്ല. ഉത്തരേന്ത്യയിലെ ആക്രമണ സംഭവങ്ങൾ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വരികയാണ്. തെലങ്കാന, ഛത്തീസ്ഗഡ്, കർണാടക, ഇങ്ങനെയുള്ള നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരെ സുവിശേഷത്തിന് വളരെ വിഘാതം സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലം കടന്നു വരികയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാനും ഒരുമയോടുകൂടെ മുന്നേറുവാനും നമുക്ക് കഴിയണം. കാരണം നമുക്ക് ഈ സുവിശേഷത്തിന് എവിടെയെല്ലാം തടസ്സങ്ങൾ വന്നിട്ടുണ്ടോ അതിനപ്പുറമായി സുവിശേഷം വളർന്നിട്ടുള്ള ചരിത്രമാണ് നമുക്ക് ഉള്ളത്. രക്തച്ചൊരിച്ചിലുകളൊന്നും ഒന്നിന്റെയും അവസാനമല്ല, ഒരു പുതിയ അധ്യായത്തിന്റെയും ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിന്റെയും അനുഭവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ നമ്മൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും കൂടുതൽ വാഴപ്പെടാനായിട്ടുള്ള ഒരു അവസരമായി ഇതിനെ കാണുവാനായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മിഷന്റെ പ്രവർത്തനങ്ങളിലുള്ള നിങ്ങളുടെ ഉത്സാഹം ഒരിക്കലും നിന്നു പോകരുത് എന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി അറിയിക്കുകയാണ്. നമ്മുടെ ഗ്രാമങ്ങളിലെ ശുശ്രൂഷകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുകയാണ്. സൺഡേ സ്കൂളുകൾ, അതുപോലെ സഭയുടെ ശുശ്രൂഷകളൊക്കെ വളരെ മനോഹരമായിട്ട് നടക്കുന്നു. എല്ലാ മാസത്തിന്റെയും രണ്ടാമത്തെ ശനിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഓരോരോ സബ് സെന്ററുകളാണ് നടക്കുന്നത്. അപ്പോൾ ആ സബ് സെന്ററുകളിലും എടൂർ നാഗര മിഷനിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി ഉപവാസ പ്രാർത്ഥനയെ ഒരുമിച്ച് കൂടുകയും തിരുവത്താഴ് ശുശ്രൂഷയോടുകൂടെയാണ് അത് സമാപിക്കുന്നത്. ഓരോ ദിവസവും ഓരോ മാസവും ഓരോരോ ആലയത്തിലാണ് നടക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് അത്ര സൗകര്യപ്രദമായിട്ട് വാഹനമൊന്നും ഓടിച്ചു പോകാൻ കഴിയാത്ത വളരെ വനാന്തരങ്ങളിലൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ ശുശ്രൂഷകളൊക്കെ നടക്കുന്നത്. എന്നാൽ കൂടുതൽ കൺവേർഷൻ, അതായത് പുതിയ വിശ്വാസികൾ ഇപ്പോൾ കടന്നു വരുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം മിഷനിലുണ്ട്. ഒരുപാട് രഹസ്യമായിട്ട് ക്രിസ്തുവിനെ ആരാധിക്കുന്നവരും എന്നാൽ പരസ്യമായി പ്രഖ്യാപിക്കാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ തെലങ്കാനയിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിൽ നിന്ന് മൈഗ്രേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ താമസിക്കുന്ന വനപ്രദേശമുണ്ട്. ആ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അവിടെ കറണ്ടില്ല, അവരുടെ ഭൂമിക്ക് പട്ടയമില്ല. പക്ഷെ അവർ ഒരു സ്ഥലം, ഒരു വന ഏരിയ കേന്ദ്രീകരിച്ച് അവർ കുഞ്ഞുങ്ങളും കുടുംബമായി വന്ന് താമസിക്കുകയാണ്. അവിടെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരൊക്കെ യേശുവിൽ ആഴമായിട്ട് വിശ്വസിക്കുന്നവരാണ്. അവിടെ അവർക്ക് പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്, അവർക്ക് ബൈബിൾ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആളുകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അവർക്ക് സ്വന്തമായിട്ട് പാർപ്പിടമില്ല. ഏത് നിമിഷവും അവരെ പുറന്തള്ളപ്പെടാം. അവർ പാർക്കുന്ന ഇടങ്ങളൊന്നും അവർക്ക് സുസ്ഥിരമല്ല. അവർക്ക് ശരിയായിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാനായിട്ട് സ്കൂളുകളില്ല. അങ്ങനെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജനത നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പ്രതിസന്ധികളെ മറന്നുകൊണ്ട് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് കൈത്താങ്ങായി നിലകൊള്ളുവാനായിട്ട് നമുക്ക് ഈ നാളുകളിൽ കഴിയണം. ഇത് പുതുതായിട്ട് ആരാമോട് ഇടവകയോട് പറയേണ്ട ആവശ്യമില്ല. കാരണം വർഷങ്ങൾ കൊണ്ട് മിഷന്റെ പ്രവർത്തനങ്ങളെ കരുതുകയും അവിടെ ശക്തമായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹവും അതുപോലെ തന്നെ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അച്ഛനും വളരെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും എല്ലാ മാസങ്ങളിലും ക്രമമായിട്ട് മിഷന്റെ പ്രവർത്തനങ്ങളെ സന്ധിക്കുകയും ചെയ്യുന്ന ഒരു സഭയിലുള്ളതിലേക്ക് ദൈവം നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മിഷൻ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് വരണം. ആ കുഞ്ഞുങ്ങളിലൂടെ ദൈവവചനം പ്രഘോഷിക്കപ്പെടണം.
പഠനങ്ങളിലൂടെ കുടുംബങ്ങളിൽ മാനസാന്തരം ഉണ്ടാകണം. ആ കുഞ്ഞുങ്ങൾ പഠിച്ച് മിടുക്കരായി സമൂഹത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വക്താക്കളായി തീരാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ ഈ തെലുങ്കാനയിലെ കൂടുതലും ഇപ്പോ ഈ മുളക് പാടങ്ങളിലൊക്കെ കൃഷി പണിയെടുക്കുന്നവരെന്ന് പറയുന്നത് ഒരു 12 വയസ്സിനൊക്കെ താഴെയുള്ള കുഞ്ഞുങ്ങൾ. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങൾ പണിയെടുക്കുന്ന ഒപ്പം ചില കുഞ്ഞുങ്ങളെങ്കിലും ലഹരിക്ക് കൂടെ അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഒരു പുതിയ ആലോചനയുള്ളതെന്ന് പറയുന്നത് ഈ മുളക് പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബൈബിൾ ക്ലാസ് സംഘടിപ്പിക്കണം എന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. പക്ഷെ അതൊക്കെ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. അവിടുത്തെ ഗ്രാമതലവരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തേണ്ടതായിട്ടുണ്ട്, പെർമിഷൻ ലഭിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ക്രിസ്തുവിലേക്ക് ആനയിക്കാനായിട്ടുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. കാരണം നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു 6:30 മണിയാകുമ്പോൾ കഴുത്തിൽ ഒരു കുപ്പി വെള്ളവും തൂക്കിയിട്ട് ഒരു ചെറിയ ചോറ്റുപാത്രം തലയിൽ വെച്ച് നടന്നു നീങ്ങുന്ന കുറേ അധികം കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് വസ്ത്രം എന്ന് പറയുന്നത് ചെറിയൊരു വസ്ത്രം മാത്രമേ ഉണ്ടാകുള്ളൂ. അല്പം വസ്ത്രം മാത്രം ധരിച്ചിങ്ങനെ വളരെ കറുത്ത് കരിവാളിച്ച് മുടിയെല്ലാം ചെപ്പിച്ച് നടന്നു നീങ്ങുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ. അപ്പൊ ഇങ്ങനെ വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അകമഴിഞ്ഞ സേവനം വളരെ വിലപ്പെട്ടതാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ച ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രവൃത്തികളാണ് സുവിശേഷം. ഞാൻ ഈ ഉച്ചഭാഷയിലൂടെ പറയുന്ന വാക്കുകൾക്കപ്പുറമായി നിങ്ങളുടെ നിശബ്ദമായ പ്രവർത്തനങ്ങളുണ്ട്, എനിക്കറിയാം. അതൊരു പക്ഷേ ധനമായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, ഒരുപക്ഷെ മിഷൻ ഫീൽഡ് സന്ദർശിച്ച് അവിടെ എന്തെങ്കിലും നൽകുന്നതായിരിക്കും. നമ്മുടെ ക്രിസ്തീയ മെത്തഡോളജി പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് വലുത്. നമ്മൾ ക്രിസ്തുവിലൂടെ പഠിച്ചതാണ്. സുവിശേഷത്തിനപ്പുറമായി നമ്മുടെ കരങ്ങളിലൂടെ സംഭവിക്കുന്ന ഒരു വലിയ പ്രവൃത്തി അത് നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകട്ടെ. ഇനിയും നിങ്ങൾ മിഷന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കൊടുക്കുവാനുമായിട്ട് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിനി ഒരു ചെറിയ കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ മിഷൻ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള മിഷണറിമാർ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സെന്ററിലൊക്കെ ഒരു കാലഘട്ടത്തിൽ 15ഓളം മലയാളി മിഷണറിമാർ പ്രവർത്തിച്ചിരുന്ന ഒരു സെന്ററാണ്. ഇപ്പോൾ ഒരു 7 പേർ മാത്രമേ ഉള്ളൂ. അതുപോലെ പല സെന്ററുകളിലും മിഷണറിമാരില്ല. അങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് വരുവാനായിട്ടുള്ള ഒരു വിമുഖത ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്നു. ഒരുപാട് പ്രാർത്ഥനയുള്ള സമർപ്പണമുള്ള ശുശ്രൂഷകർ വരേണ്ടതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് മിഷണറിമാരുടെ ആവശ്യമുണ്ട്, പഠിപ്പിക്കുവാൻ മിഷണറിമാരെ ആവശ്യമുണ്ട്, അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് മിഷണറിമാരെ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്ക് സമർപ്പണമുള്ളവർ വരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടെ എട്ടൂർനാഗര മിഷനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. സബ് സെന്ററുകളായ പ്രത്യേകിച്ച് ചെൽപ്പാക്ക് എന്ന് പറയുന്ന ഇടവകയോട് പ്രാർത്ഥിക്കുക. അവിടെയാണ് ഈ ഒരു 4 മാസത്തിന് മുൻപ് എൻകൗണ്ടർ നടന്നത്. പക്ഷേ നമ്മുടെ വിശ്വാസികൾക്കൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക് വരുവാൻ വിമുഖത കാണിക്കുന്ന ഒരു സമൂഹമായി അവർ മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാരതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഭാരത സുവിശേഷീകരണത്തിൽ ആത്മാർത്ഥമായിട്ട് പങ്കുചേരുക. ഇന്ന് നമ്മൾ ദക്ഷിണേന്ത്യ സഭ ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഉയർത്ത കർത്താവിനോടൊപ്പമുള്ള വചനത്തിന്റെ പുനർവായന. നമുക്കറിയാം, നമ്മൾ ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് സന്തോഷത്തിലിരിക്കുകയാണ്. ഈസ്റ്ററിന് ശേഷമുള്ള ഒരു 2ാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പുനരുദ്ധാനത്തിന്റെ സന്തോഷവും പുനരുദ്ധാനത്തിന്റെ ആനന്ദവും ഒക്കെ പേറിയവരാണ് ഞാൻ നിങ്ങൾ. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ നിന്ന് ചില ചെറിയ ചിന്തകൾ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം എന്ന ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 തുടങ്ങി 27 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. പലയാവർത്തി വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത ഒരു ഭാഗമാണ്. ഇത് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം 3-ാം ദിവസം നടക്കുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു യാത്രയാണ് ഇവിടെ ലൂക്കോസ് സുവിശേഷകൻ ഈ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള
ഗ്രാമത്തിലേക്ക് പോവുകയും എന്നാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. ഒരു യാത്രയെ കുറിച്ചാണ് ഇവിടെ ലൂക്കോസ് സുവിശേഷകൻ പ്രതിപാദിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ സഞ്ചരിച്ച, ക്രിസ്തുവിനെ സ്നേഹിച്ച ഏതോ രണ്ടുപേരുടെ ഒരു യാത്രയെ കുറിച്ച് ഇവിടെ ലൂക്കോസ് സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു യാത്രയാണ്. യെരൂശലേമിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്, എമ്മൗസിലേക്ക് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും പുനരുദ്ധാനം, ആനന്ദവും അതുപോലെ മുൻപോട്ട് ജീവിക്കുവാനായിട്ടുള്ള പുതിയ ഉത്തേജനവുമാണ് പുനരുദ്ധാനം നൽകുന്നത്. എന്നാൽ ഇത് പുനരുദ്ധാനത്തോടനുബന്ധിച്ച് സംഭവിക്കുന്ന ഒരു യാത്രയാണ്. ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. 2 ദിവസത്തിന് മുൻപ് അരുമനാഥനായ ക്രിസ്തുവിനെ കുറിച്ച് തറയ്ക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ ഇരുന്ന ജനങ്ങളെല്ലാം വളരെ അസ്വസ്ഥരാണ്. ഇനി ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല, ഞങ്ങളുടെ അവസാനത്തെ അത്താണി നഷ്ടപ്പെട്ടു പോയി, ഇനി ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പലയിടങ്ങളിലും ശിഷ്യന്മാർ പേടിച്ച് മാളികമുറയിൽ കഥകടച്ചിരിക്കുന്ന അനുഭവങ്ങൾ, ചിലരൊക്കെ ആരും അറിയാതെ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ഭയചിത്തരായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് അവിടെ ഉള്ളത്. യേശു ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളുടെ രാജാവായിരിക്കും എന്നൊക്കെ ഉറച്ച് വിശ്വസിച്ച ജനതയ്ക്ക് വളരെ നിരാശയും കണ്ണുനീരും സമ്മാനിക്കുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ ലൂക്കോസ് സുവിശേഷകന്റെ വിവരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു സമൂഹം, എന്ത് വന്നാലും എന്റെ യേശു എന്നെ കൈവിടില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ജനതയ്ക്ക് ഒരു നടുക്കമാണുള്ളത്. ഇനി അരുമനാഥനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുമോ, അവനോട് കൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയുമോ എന്ന് ചിന്തിച്ച് ആകുലതയോടെ ഇരിക്കുന്ന ഒരു സമൂഹം. അതുകൊണ്ടാണ് പലരും പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തു. ചിലരൊക്കെ തങ്ങളുടെ പഴയ പട്ടണത്തിലേക്ക് നടന്നു നീങ്ങുന്നു, ചിലർ പഴയ തൊഴിലിലേക്ക് നടന്നു നീങ്ങുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു യാത്ര നടക്കുന്നത്. ഞാൻ അനുമാനിക്കുന്നു, ഈ പേര് പറയാത്ത അല്ലെങ്കിൽ ഒരാളിന്റെ പേര് പരാമർശിച്ചു ക്ലെയോപ്പാണ്, ഇവരുടെ യാത്രയിൽ ഒരുപക്ഷെ തങ്ങളുടെ സ്വന്തം പട്ടണത്തിലേക്കുള്ള യാത്രയായിരിക്കുമോ എന്നും നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരു ശിഷ്യ സമൂഹത്തിന്റെ ചിതയിൽ പോകുന്ന ഒരു യാത്രയുടെ അനുഭവമാണ് ഇവിടെ ലൂക്കോസ് സുവിശേഷകൻ ഓർമ്മപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇത്തരത്തിൽ കലുഷിതമായ ഒരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും പരാജയത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, ഇതാ പരാജയപ്പെട്ടവരുടെ അരികിലേക്കാണ് ഉചിതനായ ക്രിസ്തു ചേർന്ന് നടക്കുന്നത്. ആ ഭാഗം ഞാൻ വാക്യങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല. 2 പേർ എമ്മൗസിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അവരോടുകൂടെ ചേർന്ന് നടക്കുന്ന ഉചിതനായ ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, പരാജയപ്പെട്ട് ഇനി ഒന്നിനും സാധ്യമല്ല എന്ന് തങ്ങളുടെ പട്ടണങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു ജനത്തോട് അല്ലെങ്കിൽ ശിഷ്യ സമൂഹത്തോട് അവരറിയാതെ ചേർന്ന് നടക്കുന്ന ഉചിതനായ ക്രിസ്തു. നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, 16-ാമത്തെ വാക്യത്തിൽ, അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. പ്രിയമുള്ളവരെ, വാടിയ മുഖത്തോടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെ കുറിച്ച് തർക്കിച്ചുകൊണ്ട് ജീവിതം നടന്നു നീങ്ങുമ്പോൾ നിങ്ങളുടെ അരികിൽ നിങ്ങളറിയാതെ സഹയാത്രികനായി വരുന്ന ഉചിതനായ ക്രിസ്തു. അതുകൊണ്ട് ഞാൻ ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നത്, പുനരുദ്ധാനം ചെയ്ത യേശു ഇന്നും നമ്മോട് ചേർന്ന് നടക്കുന്നു. നമ്മുടെ വാടിയ മുഖമുള്ള വേളകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പിറുപിറുത്തുകൊണ്ട് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നാം അറിയാതെ നമ്മോട് ചേർന്ന് നടക്കുന്ന പുനരുദ്ധാരത്തിന്റെ ശക്തിയാണ് നമ്മളിവിടെ തിരിച്ചറിയുന്നത്. ഞാനും നിങ്ങളും ഇതേ സാഹചര്യത്തിലൂടെയാണ് നടന്നു നീങ്ങുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പരാജയപ്പെട്ടവരാണ് ശിഷ്യന്മാർ, പക്ഷേ പരാജയപ്പെട്ടവരെ തേടി വരുന്ന ഉചിതനായ ക്രിസ്തു. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിന്റെ ഇവിടെ ഏതെല്ലാം മേഖലകളിൽ പരാജയപ്പെട്ടവരാണ്. എന്നാൽ നിങ്ങൾ തളർന്നു പോകരുത്. ഇവിടെ ലൂക്കോസ് സുവിശേഷകൻ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ പരാജയപ്പെട്ട ഇടങ്ങളിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സഹയാത്രികനായി യേശുണ്ട് എന്ന ഉന്താപത്തെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങൾ തളരണ്ട. നിങ്ങളുടെ ഗുരുനാഥൻ നിങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്.
നിങ്ങളുടെ കാഴ്ചകൾക്കപ്പുറമായി നിങ്ങൾ കാണാതിരിക്കുമ്പോഴും ആ അദൃശ്യനായ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്നോടും നിങ്ങളോടും കൂടെയുണ്ട് എന്ന് ഇവിടെ ലൂക്കോസ് സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വാടിയ മുഖമാണ്. ഇനി എന്റെ ഈ യാത്ര എവിടേക്കാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ സുഹൃത്തുമായി ഇങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ്. അവർ സംസാരിക്കുന്ന എന്താണ്? യേശുവിനോട് പറയുകയാണ്, അല്ലയോ താങ്കൾ അറിയില്ലേ ഇവിടെ നസ്രായൻ എന്ന് പറയുന്ന ഒരാളിനെ ക്രൂശിച്ചു, അദ്ദേഹത്തിനെ കൊന്നു, ഇതൊന്നും താങ്കൾ അറിയുന്നില്ലേ എന്ന് അവരുടെ വ്യഥ ഇങ്ങനെ പറയുകയാണ്. അവരുടെ ജീവിതത്തിന്റെ കണ്ണീർ കയങ്ങളെ കുറിച്ച് അവർ ഉരുവിടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇങ്ങനെ പരാജയത്തിന്റെ അനുഭവങ്ങളിൽ നമ്മുടെ വേദനകളെ പങ്കുവയ്ക്കുമ്പോൾ നമ്മോട് ചേർന്ന് നടക്കുന്ന ഒരു സഹയാത്രികനാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന. രണ്ടാമത്തെ ചിന്ത, നമ്മെ ഉള്ളതുപോലെയെല്ലാം അറിയുന്ന ഒരു യേശു. ഞാൻ എന്താണ് എന്ന് അറിയുന്നവരാണ് എന്റെ യേശു എന്നാണ് ഈ ഭാഗത്ത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. വാക്യം 18-19 അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നുത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവൻ അവരോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയിലുമുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. അതായത് യേശുവിനോട് തന്നെ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. എന്റെ ഉള്ളിലുള്ളത് അറിയുന്നവനായ ക്രിസ്തു. ഞാൻ എന്താണ് എന്റെ ഉള്ളിലെ വേദനാദി, എന്റെ ഉള്ളിലെ അങ്കലാപ്പ് എന്താണെന്ന് തിരിച്ചറിയുന്ന ക്രിസ്തു. ഇന്ന് നമ്മളിവിടെ ആരാധനയ്ക്കുമ്പോഴും നമ്മുടെ ഉള്ളങ്ങളിൽ ഒരുപാട് വേദനാദികളുണ്ട്. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവം. ഞാൻ ആദ്യം പറഞ്ഞു ചേർന്ന് നടക്കുന്നവനാണ്, ഇല്ല ഒരു പടി കൂടെ കിടന്ന് ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ്. നമ്മുടെ സഭകളൊക്കെ എന്തുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത് ജീവിക്കുന്നു. ആ ക്രിസ്തു ഇന്ന് ഉള്ളതുപോലെ നമ്മെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുനരുദ്ധാനത്തിന്റെ സാക്ഷികളായി ഈ ആലയത്തിൽ ഇരുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. എന്നെയും നിങ്ങളെയും ഉള്ളതുപോലെ അറിയുന്ന യേശു. നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ സംഭാഷണങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ ആഴമേറിയ അനുഭവങ്ങളിൽ, നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ക്രിസ്തു. ഞാൻ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു യാത്രയിലാണ്. ഇവിടെ യെരൂശലേമിൽ നിന്ന് ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഇതുപോലൊരു യാത്രയിലാണ് ഞാൻ നിങ്ങൾ. അവിടെ ഒരുപക്ഷെ വാടിയ മുഖമുണ്ടാകും, ഒരുപാട് പരാജയങ്ങൾ നാം അനുഭവിക്കും. പക്ഷേ നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ക്രിസ്തു നമ്മോടൊപ്പമുണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. മൂന്നാമതായിട്ട്, ഈ യേശു വഴിയിൽ നമ്മെ ഉപേക്ഷിക്കുന്നവനാണ്. ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് ചങ്ങാതിമാരുണ്ട്, നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം നശ്വരമാണ്, വഴിയിൽ നഷ്ടപ്പെട്ടു. എന്നാൽ അവസാനം വരെ കൂടെയുള്ള സ്നേഹിതനാണ് ഈ ക്രിസ്തു. അവസാനം വരെ ജീവനായി നിലകൊള്ളുന്നവരാണ് ഈ ക്രിസ്തു. വാക്യം 29-30 അവിടെ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു? അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. ഈ യാത്ര നടന്നു വന്നപ്പോൾ ഇതാ അവരുടെ ഭവനത്തിലേക്ക് യേശു വരികയാണ്. നേരം വൈകിയല്ലോ, നീ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വാ, ഞങ്ങളോടുകൂടെ പാർക്കുക. ഭവനത്തോളം അനുധാവനം ചെയ്യുന്ന ഒരു ക്രിസ്തു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നടന്നു നീങ്ങുന്ന വഴിയിൽ ഉപേക്ഷിക്കുന്നവരല്ല ക്രിസ്തു. ഭവനത്തോളം അനുഗമിക്കുന്ന ക്രിസ്തു, ഭവനത്തിന്റെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു യേശു. 30-ാമത്തെ വാക്യത്തിൽ അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു അവനെ അറിഞ്ഞു. ഭവനത്തിന്റെ ഉള്ളിൽ ഒരു സ്നേഹിതനെ പോലെ ഇത് എന്റെ യേശുവാണെന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവം. ഭവനത്തിന്റെ ഉള്ളിൽ യേശുവിനെ അവർ തിരിച്ചറിയുകയാണ്. അവർ നടന്ന വഴികളിൽ യേശുവിനെ തിരിച്ചറിയുകയാണ്. ഭവനത്തിന്റെ ഉള്ളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് അവർക്ക് അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവർ കണ്ണു തുറന്ന് ഇതാണ് എന്റെ ഉടയതമ്പുരാനെന്ന് ഭവനത്തിന്റെ ഉള്ളിൽ അവർ യേശുവിനെ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട വഴികളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ആ യേശുവിനെ തിരിച്ചറിയുന്നു. നിങ്ങളുടെ ഭവനത്തോളം വരുവാൻ ഒരുങ്ങുന്നവരാണ് യേശു. നിങ്ങൾ വിജയിച്ചപ്പോഴല്ല, നിങ്ങളുടെ പരാജയത്തിൽ നിങ്ങളോടുകൂടെ
രക്ഷിതാവല്ലേ? അവൻ നിങ്ങളുടെ പ്രാണസ്നേഹിതനല്ലേ? നിങ്ങൾ ഈ ചുറ്റുപാടുകളെ നോക്കി നിങ്ങൾ മാറുന്നവരായിട്ടില്ല. ഇല്ല, എന്റെ യേശു എന്റെ ഭവനത്തിൽ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച ആ യേശുവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ലോകം മാറി മറിയും, സംവിധാനങ്ങൾ മാറി മറിയും, പ്രതിസന്ധികൾ അലകൾ പോലെ കടന്നു വരും. പക്ഷെ എന്റെ ഉള്ളിൽ ഞാൻ തിരിച്ചറിഞ്ഞ ആ യേശുവിനെ ജീവിതാന്ത്യത്തോളം പിന്തുടരാൻ നമുക്കാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തോളം വരുന്ന യേശു, ഭവനത്തിൽ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന യേശു, ഇത് ഉചിതനായ ക്രിസ്തുവാണ്. ഇത് മരിച്ച യേശുവല്ല, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത് എന്ന് നമുക്ക് ഓർമ്മ വേണം. പ്രിയമുള്ളവരെ, ഈ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഇത് യെരൂശലേമിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. ഏത് വാക്യമാണ്? 13-ാമത്തെ വാക്യത്തിൽ അന്ന് തന്നെ അവർ രണ്ടുപേർ യെരൂശലേമിൽ നിന്ന് യാത്ര തിരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി ഒരു കാര്യം കൂടെ ഉപസംഹാരത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ യാത്ര എവിടെയാണ് അവസാനിക്കുന്നത്? പ്രിയമുള്ളവരെ, ആ യാത്ര അവസാനിക്കുന്നതും യെരൂശലേമിലാണ്. നിങ്ങൾ ആ താഴോട്ട് ആ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 38-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് അങ്ങനെയാണ്: ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. 38-ാം വാക്യത്തിൽ ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഒരു യാത്ര ആരംഭിക്കുന്നത് യെരൂശലേമിൽ നിന്നാണ്, യാത്ര സമാപിക്കുന്നതും യെരൂശലേമിലാണ്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും വേർപാടിന്റെ ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ ഓർമ്മ പ്രാർത്ഥനകളിലൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ട്: യെരൂശലേമിൽ ഇൻപവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ഇതൊരു പക്ഷേ ഒരു ദുഃഖത്തിന് വേണ്ടി പാടുന്ന പാട്ടല്ല. എനിക്ക് നടന്നു നീങ്ങാൻ ഒരു ഭവനമുണ്ട്, യെരൂശലേമിൽ നിന്ന് യെരൂശലേമിലേക്ക്. ആ യാത്രയിൽ ഒരുപാട് വേദനകൾ ഉണ്ടാകാം, പരാജയങ്ങൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങളോട് കൂടെ സഹയാത്രികനായി യേശു ഉണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ഈ ഒരു ചെറിയ ജീവിതമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഈ ഒരു ജീവിതയാത്രയിൽ യെരൂശലേമിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു യാത്ര അർത്ഥവത്തായി യെരൂശലേമിൽ തന്നെ പൂർത്തിയാക്കുവാൻ നമുക്ക് കഴിയണം. ഈ ഒരു യാത്രയ്ക്കിടയിൽ വൈരങ്ങളില്ലാതെ ക്രിസ്തുവിൽ ഒന്നായി ജീവിക്കാനായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇവിടെ വചനം നമുക്ക് നൽകുന്നത്. അങ്ങനെ പ്രത്യാശയോടുകൂടി ജീവിക്കാൻ, ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി നിലകൊള്ളാൻ ഈ നാളുകളിലുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ ഇടവകയിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് അച്ഛനും അതുപോലെ തന്നെ ഈ ഇടവകയിൽ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആൽഫ്രഡ് ലിസാറിനും എല്ലാ കുടുംബങ്ങൾക്കും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ സംസ്കരിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.